കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ 6ാം വാർഡിൽ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഹാപ്പിയാണ്. 8ന്റെ പണിയാണ്, ഒപ്പം നല്ല കഷ്ടപ്പാടും. എന്നാലും സാരമില്ല, ദിവസവും പണിയുണ്ടല്ലോ, അത് മതി. എല്ലാ മൃഗങ്ങളുടെയും ഇടയിൽ കൂടിയാണ് ഞങ്ങൾ ഈ കല്ലുണ്ടാക്കി പണിയെടുക്കുന്നത്. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം സഹകരിച്ചിട്ട് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾ 150 പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച പണിയെടുത്തിട്ട് ഈ 6ാം വാർഡിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പണി. ഈ കല്ല് കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് പണി, കല്ലിന്റെ പണി കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് പണി ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്പം ഇനി എപ്പോഴും കിട്ടിക്കൊണ്ടേ ഇരിക്കണം പണി. ഞങ്ങളുടെ അവിടത്തൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ കല്ലുണ്ടാക്കി വരും. എത്ര ദൂരത്തിനാണ് ചില ഭാഗത്ത് പോകുമ്പോ കല്ലേ ഉണ്ടാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ കല്ലിനാക്ക പണി കിട്ടണം, പണി കിട്ടണം. അതെ, പണി ഉണ്ടായാൽ മതി. ഞങ്ങൾ കെട്ടിയാൽ ഞങ്ങൾ പണിയെടുക്കും. പാങ്ങോട് പാമ്പൻതോട് വനാതിർത്തിയിൽ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് വന്യമൃഗങ്ങളെ തുരത്തുവാൻ തൂങ്ങിക്കിടക്കുന്ന സൌരോർജ്ജവേലി നിർമ്മിച്ചിട്ടുള്ളത്. 50 ലക്ഷം വകയിരുത്തിയാണ് തൂങ്ങിക്കിടക്കുന്ന സൌരോർജ്ജവേലി നിർമ്മിച്ചത്. പലപ്പോഴും കാട്ടുചെടികൾ പടർന്ന് ഫെൻസിംഗ് നാശമാകാറുണ്ട്. എന്നാൽ ഹാങ്ങിംഗ് ഫെൻസിന്റെ അടിയിൽ കല്ലുപാകി മണ്ണൊലിപ്പും പാഴ്ചെടികളിൽ നിന്ന് സംരക്ഷണവും ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. മണ്ണൊലിപ്പുണ്ടായാൽ തൂങ്ങിക്കിടക്കുന്ന സംരക്ഷണ വേലിയുടെ അടിയിലൂടെ മൃഗങ്ങൾക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങുവാൻ കഴിയും. കാട്ടുകല്ലുകൾ ഉപയോഗിച്ച് സംരക്ഷണ പാത നിർമ്മിക്കുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. കാട്ടിൽ നിന്നും വലിയ പാറക്കല്ലുകൾ ഉരുട്ടിമറിച്ച് കൊണ്ടുവന്നാണ് അമ്മമാർ സംരക്ഷണ പാത നിർമ്മിക്കുന്നത്. അല്പം പേടിയൊക്കെയുണ്ട്, വനാതിർത്തിയല്ലേ, ചില മൂളലും മുരളലും ഉണ്ടാകാറുണ്ട്. പക്ഷെ പേടിയില്ല, കാരണം ആരോടും കൈനീട്ടാതെ ജീവിക്കണം. അതിന് അല്പം കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കൂട്ടത്തിൽ പ്രായം ചെന്നവരും പറയുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷയായ ഷിബി കുര്യൻ തന്റെ വാർഡിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായി സ്ഥലം സന്ദർശിച്ചു. സൌരോർജ്ജവേലിയുടെ തുടർ സംരക്ഷണവും തൊഴിലുറപ്പുകാരെ ഏൽപ്പിച്ചാൽ നന്നായിരിക്കും എന്നാണ് കരുതുന്നതെന്ന് ഷിബി കുര്യൻ അഭിപ്രായപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ ഉഷ, ധന്യ, പ്രിയ എന്നിവർ പങ്കുവച്ചു. സോളാർ ഫെൻസിംഗിന്റെ അടിഭാഗത്ത് കല്ലുപതിക്കലാണ് ഞങ്ങളുടെ വർക്ക്. 6 കിലോമീറ്ററാണ് ഈ സോളാർ ഫെൻസിംഗ് ഉള്ളത്. അതിലിപ്പോൾ 2 കിലോമീറ്ററോളം ഞങ്ങൾ ചെയ്തു. എല്ലാവരും ഒത്തൊരുമയോടെ സഹകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു വിധത്തിൽ പറഞ്ഞാൽ മണ്ണൊലിപ്പ് തടയാനും, പിന്നെ മണ്ണൊലിച്ച് കുത്തിയൊഴുകി പോയി കഴിയുമ്പം അവിടെ ഗ്യാപ്പ് വരുമ്പോൾ അതിൽ കൂടെ മൃഗങ്ങൾ കടന്നു വന്ന് കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ കല്ല് പതിക്കുന്നത് മൂലം കുറേയൊക്കെ നമുക്ക് മണ്ണൊലിപ്പ് തടയാൻ സാധിക്കുന്നു. പിന്നെ കാടുകൾ പിടിച്ച് വള്ളികളൊക്കെ പിടിച്ച് ഈ ഫെൻസിങ്ങിൻ്റെ വയറിലൊന്നും കയറി പിടിക്കാതെ അങ്ങനെ സാധിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറേ തൊഴിൽ കിട്ടുന്നു ഇത് മൂലം, ഈ വർക്കുള്ളത് മൂലം. പിന്നെ ഞങ്ങളെ പറ്റുന്ന വിധം ഞങ്ങൾ നന്നായിട്ട് സഹകരിച്ച് പറയുന്ന ആളുകൾ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഹാപ്പിയാണ്. വാർഡ് തല മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രകാശ്, ശശിമോൻ, സുമേഷ് എന്നിവരും സംരക്ഷണ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി.